കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഭരിച്ചിരുന്നവരും ഒക്കെ തമ്മിലുള്ള വാഗ്വാദത്തിൽ എരിഞ്ഞു തീരുമോ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള സാധാരണക്കാരൻ്റെ ആശങ്ക? അതെ മിസ്റ്റർ ഗോപികൃഷ്ണൻ, എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇവർ പരസ്പരം പഴിചാരിയിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സർക്കാരും എല്ലാം പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഇതിൽ ഇടപെടാൻ കഴിയും. പല രീതിയിൽ ഇടപെടാൻ കഴിയും. സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും പല രീതിയിൽ ഇടപെടാൻ കഴിയും. ഇതിനകത്ത് ഇത് ജനങ്ങൾക്ക് ഹിതകരമായ ഒരു വില നയത്തിലേക്ക് അല്ലെങ്കിൽ പ്രൈസ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഓരോ മാസവും 1-ാം തീയതി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അന്ന് എത്രയാണ് വില കൂടുന്നതെന്ന് നോക്കിയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ട് കഴിഞ്ഞ ആ മെയ് മാസത്തിൽ 1000-ഓളം രൂപയാണ് ഈ പാചകവാതകത്തിന് കൂടിയത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് യാതൊരു കാര്യമില്ല. പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സെസ് കുറയ്ക്കാം, സംസ്ഥാന നികുതി കുറയ്ക്കാം. കേന്ദ്ര സർക്കാരിനാണെങ്കിൽ ഈ പബ്ലിക് മേഖലയിൽ എണ്ണ കമ്പനികളിലെല്ലാം ഒരു പബ്ലിക് വെൽഫെയർ വില നയം കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും. ഇതിനൊന്നും മെനക്കെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.